ആകയാൽ മാനസാന്തരപ്പെടാതെ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ അവകാശമാക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഇതിനാണ് വീണ്ടും ജനനം, ബോർൺ അഗൈൻ എന്ന് പറയുന്നത്. പാപമോചനം. പാപമോചനം സ്നാനത്താലാണ്. സ്നാനമേൽക്കുമ്പോൾ ആത്മാവ് വരുന്നതാണ് പാപമോചനം. ആകയാൽ പ്രിയപ്പെട്ട, ഞങ്ങൾ പ്രസംഗിക്കുന്ന വഴി നിങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരായിട്ട് നിങ്ങൾ കാണുന്നുവോ? അങ്ങനെയല്ല. ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരും ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു മരണമുണ്ട് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഈ സുവിശേഷത്തിന് മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കണം. ആകയാൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നാണ് നിങ്ങളുടെ മരണ ദിവസമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടാതെ നിങ്ങൾ മരിക്കല്ലേ. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നിങ്ങൾ പാപമോചനം നേടണമേ. യേശുക്രിസ്തു ഒരുപക്ഷെ 100 വർഷം കൂടെ കഴിഞ്ഞ് വന്നോട്ടെ, നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ മരണ ദിവസം 100 വർഷം കഴിഞ്ഞിട്ടല്ല ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം. അത് ഇന്നാകാം, നാളെയാകാം, 10 വർഷം കഴിഞ്ഞിട്ടാകാം, 50 വർഷം കഴിഞ്ഞിട്ടാകാം. പക്ഷെ നമുക്കൊരു മരണം ഉറപ്പുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉന്നത പാപങ്ങളെ താഴ്ത്തണം. മതഭക്തി ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചതിന്റെ കാരണം എന്റെ അപ്പനും അമ്മയും ഹിന്ദുവായിരുന്നു. നിങ്ങൾ ജ്ഞാനായി ജനിച്ചതിന്റെ കാര്യം നിങ്ങളുടെ അപ്പനും അമ്മയും ജ്ഞാനായിരുന്നു. നിങ്ങൾ എന്നാണ് മത്തോമയിൽ ജനിച്ചതിന്റെ കാരണം അപ്പനും അമ്മയും മത്തോമയായിരുന്നു. അതിനപ്പുറം പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് നമുക്ക് ബന്ധമില്ല. എന്നാൽ നിങ്ങളാകട്ടെ, ഞാനാകട്ടെ, ഇവനാകട്ടെ ആ ക്രൂശിലേക്ക് നോക്കി മാനസാന്തരപ്പെട്ടിട്ട് ആ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായിട്ട് അംഗീകരിച്ച് അവനോട് കൂടെ ക്രൂശിൽ മരിപ്പാൻ സ്നാനം ഏൽക്കുമ്പോൾ അങ്ങനെ ഏൽക്കുന്ന ഏവർക്കും അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിത്യജീവനെ പ്രാപിച്ച് മരണമില്ലാത്ത ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്.